Hi, Namaskaram. Welcome to my channel, Let's Talk. And I just want to express my thanks, my gratitude to all new subscribers. And പുതുതായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വിതിൻ പാസ്റ്റ് 10 days ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പറയാനുള്ളത് ഗ്രാറ്റിറ്റ്യൂഡാണ്. താങ്ക് യു സോ മച്ച്. ചാനൽ തുടങ്ങുമ്പോൾ സ്റ്റുഡൻസിന് വേണ്ടി ക്ലാസ് എടുക്കണം എന്ന് കരുതി തന്നെയാണ് നമ്മളുടെ നോളജ് ഷെയർ ചെയ്യണം, ബയോളജിയിലുള്ള നോളജ് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ജനറലായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിച്ചാണ് ചാനൽ തുടങ്ങിയെങ്കിലും ഞാൻ സ്റ്റുഡൻസിന് വേണ്ടി വീഡിയോസൊന്നും അങ്ങനെ ചെയ്തില്ല. ബട്ട് സ്റ്റുഡൻസിനും കൂടി കാണാൻ പറ്റുന്ന വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ചാനലിൽ മെയിനായിട്ട് നമ്മുടേതായിട്ടുള്ള മാത്രമല്ല, നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മളുടെ ട്രാവൽസോ നമ്മുടെ ഫുഡോ അതൊക്കെ തന്നെ അല്ല. അത് ഫുഡൊന്നും അധികമൊന്നും കാണിക്കാനുള്ള ഇതില്ല. ബട്ട് എന്താ പറയുന്നത്, നമ്മുടെ നാഷണൽ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ സ്പെഷ്യൽ ഡേയ്സ്, നാഷണൽ സ്പെഷ്യൽ ഡേയ്സ്, അങ്ങനെ പെക്യുലിയറായിട്ട് നമ്മൾ റിമെമ്പർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള റിമൈൻഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ വരും. അങ്ങനെയാണ് പാട്രിയോട്ടിക് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ ഭാരതം, നമുക്കെല്ലാം വി ആർ പ്രൗഡ് ദാറ്റ് വി ആർ ഇന്ത്യൻസ് അല്ലേ. നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നിർത്തുന്ന ഒരു വലിയ ചരടാണല്ലേ അത്. ഇന്ത്യയിൽ നിന്നുള്ള, നമ്മൾ ഇന്ത്യക്കാരനാണെന്നുള്ള അഭിമാനം, അത് തന്നെയാണ് ഇപ്പോൾ ഇയർ ഷോ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കമൻസും എല്ലാം. അതുപോലെ തന്നെ നമ്മൾ എത്രമാത്രം ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ നമ്മളുടെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ പല കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ ആനിമൽ കൺസർവേഷൻ, നമ്മളെപ്പോലെ തന്നെ ജീവിക്കാനുള്ള റൈറ്റുള്ള ആനിമൽസ് ഉണ്ടല്ലോ, അത് അവരുടെ കൺസർവേഷൻ, അതുപോലെ തന്നെ അവെയർനെസ്, കുഞ്ഞുങ്ങൾക്കുള്ള മോട്ടിവേഷന്, നമുക്കെല്ലാം പോസിറ്റിവിറ്റി തരുന്ന കാര്യങ്ങൾ, എസ്തെറ്റിക് സെൻസ്, ഐ മീൻ ബ്യൂട്ടി എന്ന് പറയുന്നത്, സ്മൈൽ, ഹാപ്പിനെസ് നിലനിർത്തുക എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബോഡിയുടെയും ഹെൽത്തിൻ്റെയും കുറേ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണും ചാനലിൽ. അല്ലാതെ ഒരു പ്രത്യേക ടോപ്പിക്കായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കുറേ കാര്യങ്ങൾ which will make us happy, enthusiastic, making us positive and confident. Patriotic feeling was there within from childhood. I was selected for Republic Day parade and during 1989 when I was in pre-degree first year in St. Dominic's College, Kanjirapalli. സോ അന്നത്തെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു ഭാഗമായിട്ട് 2 വർഷം പല ക്യാമ്പിലും അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ നല്ല ബെസ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് പറ്റി. ആ സമയത്ത് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എന്നെ ഇങ്ങനെ റിപ്പബ്ലിക് ഡേക്ക് പരേഡിന് വേണ്ടിയിട്ട് അന്നത്തെ നാഷണൽ സർവീസ് സ്കീം കോർഡിനേറ്റേഴ്സ് ശ്രീ പി ജെ ജോർജ് സാർ സെൻറ് ഡൊമിനിക്സ് കോളേജിന് അന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതായത് അറൗണ്ട് അന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ, എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉണ്ടല്ലോ, 4 യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉണ്ടായിരുന്നു, കേരള, കാലിക്കറ്റ്, കൊച്ചിൻ ആൻഡ് മഹാത്മാഗാന്ധി. സോ മഹാത്മാഗാന്ധിയുടെ കീഴിൽ അന്നത്തെ കാലത്ത് 64 കോളേജ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ കോളേജിന് ഓഫർ കിട്ടിയപ്പോൾ നമുക്കാണ് പ്രിഫറൻസ് കിട്ടിയപ്പോൾ എന്നെയാണ് വിടാനായിട്ട് അന്നത്തെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ്, അന്നത്തെ നാഷണൽ സർവീസ് സ്കീം കോർഡിനേറ്റേഴ്സ് ശ്രീ പി ജെ ജോർജ് സർ, ശ്രീ ഷാജൻ സർ, സിസ്റ്റർ അൻസില ആൻഡ് സിസ്റ്റർ അൻസീന. ഓക്കെ, എവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ നമസ്കാരം. കാരണം അന്ന് എന്നെ സെലക്ട് ചെയ്ത് അതിന് വലിയൊരു സർട്ടിഫിക്കറ്റ് കിട്ടി ഹ്യൂമാൻ റിസോഴ്സിൻ്റെ. അത് തന്നെയല്ല, അതിനൊക്കെ മേലെയാണ് അന്നത്തെ ആ പ്രൗഡ് ടു ബി ഇന്ത്യൻ എന്ന് പറയുന്നത്. അന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ എത്രയും കൂൾ, -4 ഡിഗ്രി വരെ വന്നായിരുന്നു ഡൽഹിയിൽ. പക്ഷേ രാജ്ഘട്ടിലൊക്കെ ടെൻ്റ് അടിച്ച് കിടക്കുന്നത്, അതിന് ആ റജായിയൊക്കെ, ഒരുപാട് കംഫർട്ടറൊക്കെ 2, 3 ഒക്കെ. പിന്നെ ഏർലി മോർണിംഗ് ഇത്രയും തണുപ്പത്ത് നമ്മൾ, ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ നല്ല തണുപ്പുണ്ട്, പക്ഷേ അന്ന് അവിടെ ഡൽഹിയിലൊക്കെ എന്ന് പറയും, നോർത്തിൽ എന്ന് പറയും, ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലാണല്ലോ കൂടുതൽ, ഹിമാചൽ, ഡൽഹിയൊക്കെ. അപ്പം ഡൽഹിയിൽ അന്ന് -4 ഡിഗ്രിയിലൊക്കെ നമ്മൾ ഇങ്ങനെ മാർച്ച് പാസ് ഏർലി മോർണിംഗിൽ നല്ല പ്രാക്ടീസ് ചെയ്യും രാജ്ഘട്ടിലൂടെയൊക്കെ. ലാസ്റ്റ് ഒരുപാട് എന്താ പറയുന്നത്, ഇന്ത്യ ഗേറ്റിലൂടെയൊക്കെ മാർച്ച് പാസ് ചെയ്ത ആ എക്സ്പീരിയൻസ് ഇപ്പോഴും മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ അതിന് ഐ ആം പ്രൗഡ്. സോ അന്നത്തെ കാലത്ത് പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ആയിരുന്നു. നേരിട്ട് ഒരു അവാർഡ് ഫംഗ്ഷനിൽ അദ്ദേഹത്തിൻ്റെ അവാർഡ് ഫംഗ്ഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള
ഇത് കിട്ടി. അതുപോലെ ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു ഉപരാഷ്ട്രപതി. പിന്നെ അതുപോലെ തന്നെ പല കിരൺ ബേദി, പല വിഐപീസ് നമ്മൾ വിസിറ്റ് ചെയ്തു. ക്ലാസ്സസ് കിട്ടി, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സസ് കിട്ടി, നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മൾ എക്സിബിറ്റ് ചെയ്തു. അങ്ങനെ ഒരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട് ഈ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ ചാനലിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാഷണൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെയാണ്. പിന്നെ കുട്ടികൾക്കുള്ള ക്ലാസ് നമ്മൾ എടുക്കാൻ തുടങ്ങിയില്ല, അത് ചെയ്യണം. അതൊക്കെ നല്ല ഡെഡിക്കേഷൻ ചെയ്യണ്ടേ, അതിന് വേണ്ടിയാണ്. സോ പിന്നെ കുറച്ച് അവയർനെസ്, ഹെൽത്ത്, അതുപോലെ ബോഡി റിലേറ്റഡ്, ഫുഡ് റിലേറ്റഡ്, ട്രാവൽ റിലേറ്റഡ് എല്ലാം വരും. അങ്ങനെ അതുകൊണ്ടാണ് ഞാനൊരു അതായത് അതിലൊന്നും എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ലിമിറ്റ് ചെയ്യാതിരുന്നത്. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയും എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യേണ്ടേ, എന്തെങ്കിലും. പിന്നെ അറിയപ്പെടാതെ പോകുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സമൂഹത്തിൽ, അവരെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് കൂടെ കഴിഞ്ഞിട്ട് ചാരിറ്റി ചെയ്യണം. ചേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ചാരിറ്റബിൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഓർഗനൈസേഷൻ ചേട്ടൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ വർക്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ പോയത്, പാസ്റ്റ് അവേ. സോ അതിനു വേണ്ടി, ചേട്ടന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷനും ചേട്ടൻ്റെ ആ ട്രസ്റ്റ് അത് മുന്നോട്ട്, ചാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യണം എന്നുള്ള ഒരു 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 എന്താ പറയുക, ഒരു ഡിസിഷനും കൂടെ എനിക്കുണ്ട്. സോ എല്ലാവരും കൂടെ കാണുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഒക്കെ കാണണം. ഒരുപാട് മുന്നോട്ട് പോകാണ്ട്. എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദി, പഴയ സബ്സ്ക്രൈബേഴ്സിനും പുതിയ സബ്സ്ക്രൈബേഴ്സിനും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ലോട്ട്സ്. എന്താ പറഞ്ഞേ, ഒന്നും പറയാനില്ല. വീണ്ടും കാണാം. താങ്ക് യു. ഇതാണ് നമ്മുടെ ആ എയർഫോഴ്സ് ഷോയുടെ ആ റിസൾട്ട്. 10,00,000 മേളിൽ വ്യൂസും, അതുപോലെ തന്നെ ഇതിൽ തന്നെ 1200 സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.